Okay, good morning students. അപ്പോൾ നമ്മൾ നോക്കിയത് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ഹയർ പർച്ചേസ് നോക്കി, ഹയർ പർച്ചേസർ ബുക്കിലെ എൻട്രീസ് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്സ് ഓഫ് ഹയർ വെൻഡർ. വെൻഡർ ബുക്കിൽ, അതായത് ഒരു വെൻഡർ എന്ന് പറഞ്ഞ ആരാണ്? സെല്ലർ ആണ്. ഓക്കെ, അപ്പം ഒരു വെൻഡർ ബുക്കിൽ, ഒരു സെല്ലർ ബുക്കിലുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്? When asset is sold on hire purchase. ഹയർ പർച്ചേസിൽ ഒരു അസറ്റ് വിൽക്കുമ്പോൾ, നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കണ്ടു. വിൽക്കുമ്പോൾ എങ്ങനെയാണ്? ഹയർ പർച്ചേസ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസ് സെയിൽ. ഓക്കെ, ഫുൾ ക്യാഷ് പ്രൈസിലാണ് വിൽക്കുന്നതെങ്കിൽ ആർക്കാണ് വിൽക്കുന്നത്? ഹയർ പർച്ചേസർക്കല്ലേ. അപ്പൊ ഹയർ പർച്ചേസർ അക്കൗണ്ട് ടു ഹയർ പർച്ചേസ് സെയിൽ, അതാണ് ഒരു അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. രണ്ടാമത്തെ എൻട്രി എങ്ങനെയാണ്? നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഡൗൺ പേയ്മെന്റ് കിട്ടി. അപ്പൊ ഡൗൺ പേയ്മെന്റ് കിട്ടുമ്പോൾ സെല്ലർക്ക് കിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് എങ്ങനെയാ ക്യാഷ് വരിക ചെയ്യുന്നത്? അപ്പം ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു ആരെടുത്തുനിന്നാണ് കിട്ടുന്നത്? ഹയർ പർച്ചേസർ അക്കൗണ്ട് ഹയർ പർച്ചേസർ എടുത്തുനിന്നാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കിട്ടുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ടു ഹയർ പർച്ചേസേഴ്സ് അപ്പം ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത്. മൂന്നാമത്തേത് എന്താ? ഇൻട്രസ്റ്റ്. when interest becomes due. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി എങ്ങനെയാ വരുന്നത്? ഹയർ പർച്ചേസർ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസർ ആയിരിക്കുമല്ലോ ഇൻട്രസ്റ്റ് ഡ്യൂ ആക്കുന്നത്. അപ്പൊ അയാളെ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ദെൻ എന്താണ് അടുത്ത എൻട്രി? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടി തുടങ്ങുമ്പോൾ, ഇത് ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന സമയത്ത് ഇൻസ്റ്റാൾമെന്റ്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ആരെടുത്തുനിന്നാണ് കിട്ടുന്നത്? ഹയർ പർച്ചേസർ എടുത്തുനിന്നായിരിക്കും. ദെൻ എന്താണ് ലാസ്റ്റ് എൻട്രി? ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ ഒക്കെ എവിടെ ഉണ്ടാവുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഇത്രയും 5 എൻട്രീസ് ആണ് ആരുടെ ബുക്കിൽ വരുന്നത്? ഒരു ഹയർ വെൻഡർ ബുക്കിൽ, അതായത് അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. ദെൻ അസറ്റ് ഡൗൺ പേയ്മെന്റ് നടത്തുന്ന സമയത്ത് ഉള്ള എൻട്രി. ദെൻ എന്താണ്? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത്, പിന്നെ ഇൻസ്റ്റാൾമെന്റ് നടത്തുന്ന സമയത്ത്, ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി. അപ്പൊ 5 എൻട്രീസ് ആണ് ഹയർ വെൻഡർ ബുക്കിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് നോക്കുക. ഹയർ പർച്ചേസർ ബുക്കിലെ എൻട്രിയും ഹയർ വെൻഡർ ബുക്കിലെ എൻട്രീസും നമ്മൾ നോക്കുക കൃത്യമായിട്ട്. ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്തിട്ട് പഠിച്ചിട്ട് പോവാം. ദെൻ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്, അടുത്തൊരു ടേം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ? ഓക്കെ, ഇത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സോറി, അക്കൗണ്ട് അല്ല, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഇത് മെത്തേഡ് ആണ്, മറ്റേത് നമ്മൾ അക്കൗണ്ട് ആയിരുന്നു പഠിച്ചത്. ഓക്കെ, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് വിത്ത് ദ ഡിഫറൻസ് ദാറ്റ് ഇൻ ദിസ് മെത്തേഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. അപ്പൊ ഒന്നുമില്ല, നമ്മള് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് പഠിച്ചല്ലോ, അതേപോലത്തെ അതിന് സിമിലർ തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാല്. ഇതിൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. Under this method, asset account is debited with full cash price. അപ്പം ഈ മെത്തേഡ് പ്രകാരം അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുക. At the same time, the entire amount interest is payable is debited to interest suspense account and credited to higher vendor account. അപ്പം ഫുൾ ക്യാഷ് പ്രൈസ് ആയിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതേ സമയം തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേബിൾ എവിടെയായിരിക്കും? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെല്ലർ അക്കൗണ്ടിൽ, അതായത് ഹയർ വെൻഡർ അക്കൗണ്ടിൽ നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വരുമ്പം ഹയർ പർച്ചേസർ ബുക്കിലുള്ള എൻട്രി എങ്ങനെയാന്ന് വെച്ചാല് ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ, ഓക്കെ, ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ്
പർച്ചേസർ ബുക്കിലായിരിക്കും അത്. പർച്ചേസർ ബുക്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെണ്ടർ എന്നാണ് വരിക. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് റെലവന്റ് പീരീഡ് കഴിയുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ക്ലോസ് ആവുകയാണ്, ആ സമയത്ത് എങ്ങനെ വരിക? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് പർച്ചേസർ ബുക്കിൽ വരുന്ന ഒന്നുമില്ല, ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഫുൾ ഇൻട്രസ്റ്റ് എവിടെയാണ് എഴുതുക? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലായിരിക്കും. അപ്പൊ അതിൽ പർച്ചേസർ ബുക്കിൽ വരുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഹയർ വെണ്ടർ ആണ്. ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. ദെൻ വെണ്ടർ ബുക്കിൽ അതിന് വരിക. ഇതിപ്പോ പർച്ചേസർ ബുക്കിലെ കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി വെണ്ടർ ബുക്കിൽ, അതായത് സെല്ലർ ബുക്കിൽ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് എങ്ങനെയാ വരിക എൻട്രി എന്ന് വെച്ചാല് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഹയർ പർച്ചേസർ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ദെൻ സെക്കൻഡ് ഇൻട്രസ്റ്റ് പീരീഡ് അവസാനിക്കുന്ന സമയത്ത് എങ്ങനെയാ വരിക? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് സസ്പെൻസ് നമ്മൾ ഒന്ന് പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ആളെ ബുക്ക്. ഓക്കെ, പർച്ചേസർ ബുക്ക് പോലെയൊക്കെയല്ലോ വെണ്ടർ ബുക്ക്, അതിന് നേരെ ഉൾട്ടിയായിരിക്കും. അപ്പൊ അത് അങ്ങനെ പഠിച്ചാൽ മതി. ഇപ്പൊ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്, അങ്ങനെയായിരിക്കും വെണ്ടർ ബുക്കിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ കുറെ ജേണൽ എൻട്രീസ് ആണ് വരുന്നത്. പിന്നെ അപ്പം ജേണൽ എൻട്രീസ്, ഈ ഇപ്പൊ പറഞ്ഞ ജേണൽ എൻട്രീസ് ഒക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ പൊസഷൻ പറഞ്ഞു. പിന്നെ റീപൊസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റീപൊസഷൻ നമുക്ക് ഇപ്പൊ പൊസഷൻ കിട്ടും എപ്പോഴാ? പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ്. അതേപോലെ റീപൊസഷൻ നമുക്ക് ആ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം, അല്ലെ? നമ്മൾ ശരിക്കുള്ള പർച്ചേസർ ആണോ അയാൾക്ക് ഓണർഷിപ്പ് നൽകണം. അതാണ് റീപൊസഷൻ എന്ന് പറഞ്ഞാൽ. അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം, if the hire purchaser fails to pay any of the installment, the hire vendor has the right to recover or take the goods without any compensation. അതായത് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം നമ്മൾ പറഞ്ഞല്ലോ, ഓണർഷിപ്പ് ആരെടുത്തായിരിക്കും ഉണ്ടാവുക? വെണ്ടറുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളെ ഹയർ പർച്ചേസർ അയാളെ ഇൻസ്റ്റാൾമെന്റ് നടത്തുന്നതിൽ എന്തെങ്കിലും ഫെയില് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക്, അതായത് ഹയർ വെണ്ടർക്ക് ഒരു കംപ്ലൈന്റോ ഒരു കോമ്പൻസേഷനോ ഇല്ലാണ്ട് അയാൾക്ക് കൊടുത്ത ഗുഡ്സ് എന്താണോ അത് ടേക്ക് ഓഫ് തിരിച്ച് റിക്കവർ ചെയ്താനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, this act of taking back the possession of goods by the hire vendor is called repossession. അപ്പൊ റീപൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കൊടുത്ത സാധനത്തിനെ അയാൾ തിരിച്ചെടുക്കുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ആ ഗുഡ്സ് ടേക്കിംഗ് ബാക്ക് ചെയ്യുന്നതിന്റെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീപൊസഷൻ എന്ന് പറയുന്നത്. പൊസഷൻ ആൻഡ് റീപൊസഷൻ ആണ്. പൊസഷൻ നമ്മൾ നോർമലി ചെയ്യുന്നത്. റീപൊസഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റിലോ പേയ്മെന്റ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്ന സമയത്ത് വെണ്ടർ ആ ഗുഡ്സ് ഒരു കോമ്പൻസേഷനോ ഒന്നും കൊടുക്കാതെ അയാൾക്ക് അത് തിരിച്ച് ബാക്ക് ആ ഗുഡ്സിനെ എടുക്കാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെണ്ടർക്ക് കിട്ടുന്ന ആ റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റീപൊസഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റീപൊസഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പർച്ചേസർക്കും വെണ്ടർക്കും ഒക്കെ സെപ്പറേറ്റ് ജേണൽ എൻട്രീസ് ഉണ്ടാവും. നോർമൽ എൻട്രി പോലെ അല്ലല്ലോ റീപൊസഷൻ. തിരിച്ചെടുക്കുന്ന സമയത്ത് എങ്ങനെയാ ഉണ്ടാവുക? വെണ്ടർ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും, അല്ലെ? നമ്മളത് കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പർച്ചേസറിനെ സംബന്ധിച്ച് ആ വെണ്ടറായിട്ടുള്ള ഡീലിങ്സ് ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസറ്റ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളത് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഹയർ വെണ്ടർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസറ്റ് വരും. ദെൻ അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസറ്റ്, അതാണ് അതിന്റെ എൻട്രി വരുന്നത്. അതേപോലെ വെണ്ടറെ സംബന്ധിച്ചും റീപൊസഷന്റെ എൻട്രി ഉണ്ടാവുമല്ലോ. വെണ്ടർക്കും ഗുഡ്സ് തിരികെ കൊടുക്കുന്ന സമയത്ത് അത് ക്ലോസ് ആവുകയാണ്. അപ്പൊ എങ്ങനെയാ വരിക?
ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഓക്കെ, അതായത് നമ്മളെ വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തിരിച്ചെടുക്കുന്ന സമയത്ത് വെണ്ടർ അക്കൗണ്ടിൽ എങ്ങനെയാ ഉണ്ടാവുക? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. ഹയർ പർച്ചേസർ എടുത്തുനിന്ന് ഗുഡ്സ് റീപ്രോസസ് ചെയ്യുന്നു. അപ്പൊ ഗുഡ്സ് റീപ്രോസസ് ചെയ്യുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. ദെൻ ഫോർ റിപ്പയർസ് ആൻഡ് റീകണ്ടീഷനിങ് എക്സ്പെൻസ് പെയ്ഡ്. എന്തെങ്കിലും അതിനൊരു ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിപ്പയർ ചെയ്യാനോ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെയാ വെണ്ടർ ബുക്കിൽ ഉണ്ടാവുക? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ക്യാഷ്. ഗുഡ്സ് ആണല്ലോ നമ്മൾ റീപ്രോസസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഡെബിറ്റ് ചെയ്യുക ടു നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും അതിനെ വേണ്ടിയിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ക്യാഷിനെ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് റീപ്രോസസ് ചെയ്ത ഗുഡ്സിനെ നമ്മൾ സെയിൽ ചെയ്യുമ്പം ക്യാഷ് വരാണ് ചെയ്യുക. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ടു ഗുഡ്സ് റീപ്രോസസ്ഡ്. റീപ്രോസസ്ഡ് എന്നാണ് വേർഡ്സ് ബാക്കി യൂസ് ചെയ്യാന്നുള്ളത്. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ദെൻ എന്താണ്? ലോസ് ഓൺ സെയിൽ ഓഫ് ഗുഡ് റീപ്രോസസ്ഡ്. എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടാവുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് വരും. ദെൻ ലാസ്റ്റ് എൻട്രി എന്താ? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് റീപ്രോസസ്ഡ്. ലോസ് ആവുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടത്. ലോസ് ആവുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആവുന്ന സമയത്ത് തിരിച്ച് നേരെ ഉൾട്ടായിരിക്കും ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം അതാണ് കംപ്ലീറ്റ് റീപ്രോസഷനിൽ വരുന്ന എൻട്രി. അതായത് മൊത്തമായിട്ട് നമ്മൾ ഗുഡ്സിനെ ടേക്ക് ഓഫ് ചെയ്യുന്നു. ദെൻ പിന്നെ പാർഷ്യൽ റീപ്രോസഷൻ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ in case of partial repossession, the hire vendor does not repossess all the goods sold but leaves the part of goods with the hire purchasers. As say part of the asset is still with the hire purchaser, neitherly partly close the account of the. അതായത് ഗുഡ്സ് അയാളെ കാര്യം തന്നെ ആയിരിക്കും വെണ്ടർ. മൊത്തത്തിൽ അയാൾ എടുത്തു കൊണ്ടുപോകില്ല. പാർട്ട്ലി പേയ്മെന്റ് ആയിരിക്കും. അപ്പൊ ബാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തുമല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ പാർഷ്യൽ റീപോസഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ആ കൊടുത്ത സാധനത്തിന് വെണ്ടർ തിരിച്ചെടുക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എൻട്രി എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ പർച്ചേസർ അക്കൗണ്ടിൽ നമ്മൾ ഗുഡ്സ് എടുക്കുന്ന സമയത്ത് ഹയർ വെണ്ടർ അക്കൗണ്ട് ടു അസെറ്റ്. ലോസ് ആവുമ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അസെറ്റ് വരും. ദെൻ വെണ്ടർ അക്കൗണ്ടിലാവുമ്പം ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ അക്കൗണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ പാർഷ്യൽ റീപോസഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് റീപോസഷനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു കേസ് വരില്ല നമുക്ക് ആ പാർഷ്യൽ റീപോസഷൻ എന്ന് പറഞ്ഞ ഒരു കേസിൽ. ഓക്കെ, അപ്പൊ അതിലും പർച്ചേസർ ബുക്കും വെണ്ടർ ബുക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് ആകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എൻട്രി വരിക? പ്രോഫിറ്റിൽ ടു അസെറ്റ്. അസെറ്റിന്റെ മുകളിലായിരിക്കില്ല. അസെറ്റിൽ നമ്മൾ തിരിച്ച് ഫുള്ള് കൊടുക്കണില്ലല്ലോ. അപ്പം പ്രോഫിറ്റ് ടു അസെറ്റ്. ലോസ് ആവുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. അതായത് ഹയർ പർച്ചേസ് ആണ് നമ്മൾ നോക്കിയത്. ഹയർ പർച്ചേസിൽ നമ്മൾ ഹയർ വെണ്ടറും ഹയർ പർച്ചേസറും നോക്കി. അവരൊക്കെ ബുക്കും എങ്ങനെയാണ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുക, അതിന്റെ ജേണൽ എൻട്രീസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയത് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡാണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിലും പർച്ചേസറേയും വെണ്ടറേയും ബുക്ക് നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ വരുന്ന അതിന്റെ എൻട്രീസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ.